പകർച്ചവ്യാധി ഭീഷണിയിൽ ഇടക്കൊച്ചി മൂലങ്കുഴി ഭാഗത്താണ് കാനകൾ കരകവിഞ്ഞൊഴുകിയതോടെ റോഡിലും വീടുകളിലുമൊക്കെ ഈ മലിനജലവും വെള്ളമൊക്കെ കയറി തുടങ്ങിയത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും. പറയൂ ശ്യാംകുമാർ. SKN കൊച്ചിയിൽ കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങനെ പാളി എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ റോഡുകളിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. വീടുകളിലൊക്കെ ഈ മാലിന്യം, ഈ വെള്ളം മഴവെള്ളം മാത്രമല്ല മാലിന്യമാണ് ഈ കിടക്കുന്നത്. ആ വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ കാണുന്ന ഈ കൊച്ചു കുട്ടികളടക്കം നീന്തി പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇത്തരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയത് മൂലം ഉണ്ടായ അവസ്ഥയാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കലുങ്കുകളും കാനകളും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. ഇവിടെ പല വീടുകളിലും ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. ഈ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലൂടെ വേണം ഇവർക്കൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകാൻ. ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷിയാണ്. ഏതായാലും വാർഡ് കൗൺസിലർ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ. പക്ഷേ അവരുടെ ഒന്നും നേതൃത്വത്തിൽ ഒരു ജോലികളും നടന്നില്ല എന്നുള്ളതിന്റെ തെളിവ് മറ്റൊന്നും വേണ്ട, അത് ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. ഏതായാലും ജനങ്ങൾ അതിന്റെ ഭീതിയിലും പ്രതിഷേധത്തിലുമാണ് ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഉപരോധിക്കുന്നത്. ഈ കാനകൾ തുറന്ന അഴുക്ക് മാറ്റിയാൽ മാത്രമേ ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധിക്കൂ. അതിനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം 80% ജോലി പൂർത്തിയാക്കിയെന്ന് കോർപ്പറേഷൻ പറയുമ്പോഴാണ് SKN ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുകയും ഈ അഴുക്ക് വെള്ളത്തിൽ കൂടി നടന്നു പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. കോർപ്പറേഷനിലെ 26ാം ഡിവിഷനാണ് ഈ കാഴ്ച നമുക്ക് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം ആളുകളൊക്കെ ഈ വെള്ളത്തിലൂടെ നടന്നു വരുന്നതും സൈഡിലൂടെയൊക്കെ കയറി വരുന്നതും കാണാം. അങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ ഉള്ള റോഡുകളെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറു തോടാണ് ഒഴുകുന്നത്. അത് മാലിന്യം നിറഞ്ഞ ഒഴുക്ക് നിലച്ചാണ് ഈ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. ഏതായാലും കൊച്ചി, പശ്ചിമ കൊച്ചി മേഖലകൾ കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ്. കാരണം ഈ വെള്ളത്തിലൂടെ നടക്കുന്ന ആളുകൾക്കൊക്കെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും പരിഹരിക്കേണ്ടവർ കണ്ടില്ല എന്നുള്ളതാണ് വേനൽ മഴയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജനങ്ങൾ ഈ ദുരിതത്തിലെത്താനായിട്ട് കാരണമായിരിക്കുന്നത്. SKN. ഓക്കെ ശ്യാംകുമാർ.